പ്രീമിയം സെറ്റപ്പും അതിൻ്റെതായ ഒരു ചാർജൊക്കെ നമ്മൾ ഫുഡിന് പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ വലിയ കുഴപ്പമില്ല എന്ന് പറയാം. നമ്മൾ ഒരുപാട് ഫുഡ് ബ്ലോഗേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്. അതായത് ഇവർ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് അടിപൊളിയാണ്, ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് മസ്റ്റ് ട്രൈ ചെയ്യാന്നൊക്കെ പറഞ്ഞായിരിക്കും പോവാം. പക്ഷെ നമ്മളത് പോയി ട്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുടെ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഫുഡ് ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാർ മസ്റ്റായിട്ടും ഒരു കാരണവശാലും റിയൽ റിവ്യൂ അല്ലാതെ ചെയ്യരുത്. നല്ല റിവ്യൂസ് മാത്രം ചെയ്തിട്ട് അവരോട് ആദ്യം തന്നെ കരാറ്, നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ആദ്യം തന്നെ പറയാം. നല്ല ഫുഡാണെങ്കിൽ നല്ലത് പറയും, അതല്ലെങ്കിൽ മോശമാണെങ്കിൽ മോശം എന്ന് പറയും, ഏവറേജ് ആണെങ്കിൽ ഏവറേജ് പറയാം. നിങ്ങൾ ട്രസ്റ്റ് ഇരിക്കുന്നത് നിങ്ങൾ എന്താണ് പറയുന്നത് അനുസരിച്ച്. നിങ്ങൾ നല്ല ട്രസ്റ്റഡ്, അതായത് നിങ്ങൾ പോയിട്ട് പറയുന്നത് നല്ല എന്താ പറയുക നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ പോയിട്ട് കഴിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ നമ്മൾ നിങ്ങളെ എന്താ പറയുക അടുത്തൊരു വീഡിയോ കണ്ടിട്ട് നമുക്കൊരു നല്ലത് ഈ ഒരു ചെയ്ത് നല്ല വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നല്ല ഫുഡായിട്ട് മോശമാണെങ്കിൽ നമ്മളത് എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്യും. ഫുഡിൻ്റെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത്, ഹോട്ടലിൻ്റെ റിവ്യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. നമുക്ക് തോന്നുന്നത് എന്തും വായിൽ ഒഴിച്ച് പറയാൻ സോഷ്യൽ മീഡിയയിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ട്രസ്റ്റിന് ഇഷ്യമാണ്. ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്ത് പോയി കഴിച്ചിട്ടുണ്ട്. നല്ലതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ട് വളരെ മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ ലാസ്റ്റ് ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് എന്താ പറയുക, അവരുടെ എന്തോ സ്പെഷ്യലാണെന്നൊക്കെ പറഞ്ഞിട്ട് കഴിച്ച സാധനം 2 ദിവസം മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് കഴിച്ചപ്പോൾ ഒരു രൂപ കൊള്ളാത്ത സാധനമായിരുന്നു അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വീഡിയോ ചെയ്യുന്ന സമയത്ത് എപ്പോഴും എന്ത് ചെയ്യുക, നല്ല ഫുഡാണെങ്കിൽ നല്ല ഫുഡ് പറയാം, അതല്ലെങ്കിൽ അതിനെ റിയൽ റിവ്യൂ ചെയ്യാൻ ശ്രമിക്കുക.